ഹായ് ഹോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു സൈഡ് ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെണ്ടക്ക പൊട്ടറ്റോ മസാല ഫ്രൈ ആണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. വളരെ സിമ്പിളാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. മക്കൾക്ക് ലഞ്ച് ബോക്സ് കൊടുക്കുക, അതായത് പൂരി, ചപ്പാത്തി, ദോശക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കിക്കളഞ്ഞാലോ. വെണ്ടക്ക പൊട്ടറ്റോ മസാല തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 300 ഗ്രാമോളം വെണ്ടക്ക എടുത്തിട്ടുണ്ട്. വെണ്ടക്ക വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അധികം മൂപ്പില്ലാത്ത വെണ്ടക്ക തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതിനൊന്ന് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുക. അതിനുശേഷമാണ് ഇതിനെ കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് അടുപ്പിൽ ഞാനിപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ 2 പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിൽ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനൊന്ന് നീളത്തിലാണ് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. എന്നിട്ടിത് അരിഞ്ഞെടുത്തിട്ടുള്ള പൊട്ടറ്റോ സൺഫ്ലവർ ഓയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. എൻ്റെ ഈ ഒരു റെസിപ്പി വീഡിയോ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ആ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമുക്കിത് സൈഡ് ഡിഷായിട്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ നമുക്ക് വീട്ടിൽ മീനൊന്നും കിട്ടാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു ദിവസങ്ങളൊക്കെ ഈ ഒരു സൈഡ് ഡിഷൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകാൻ. ചോറിന് പിന്നെ മറ്റൊരു കറികളും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. ചോറിന് മാത്രമല്ല, ചപ്പാത്തി, പൂരി ഒക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഇതുപോലെയുള്ള മസാല ഫ്രൈകളൊക്കെ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം രുചിയാണ് ഉണ്ടാകുന്നത്. അത് കഴിക്കുമ്പോൾ പിന്നെ നമ്മളുടെ എന്താ പറയുക, ഒരുപാട് അങ്ങ് കഴിച്ചു പോകും. അത്രയും ടേസ്റ്റാണ് ഇത് ഈ ഒരു വെണ്ടക്ക പൊട്ടറ്റോ മസാല ഫ്രൈക്കുള്ളത്. ഇതുപോലെയൊക്കെ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. അതുപോലെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുള്ള പൊട്ടറ്റോ മുഴുവനായിട്ടും ഞാനിപ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക ഇത് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഈ ഒരു നീളത്തിലാണ് ഞാനിപ്പോൾ വെണ്ടയ്ക്ക കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ എണ്ണയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാനങ്ങനെ ഇത് വെണ്ടയ്ക്ക ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പിന്നീട് ഞാൻ എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നേരത്തെ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്തിട്ടുള്ള ആ എണ്ണയിൽ തന്നെയാണ് വെണ്ടയ്ക്കയും ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അതേ എണ്ണയിൽ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നല്ല ജീരകം. അതേ സെയിം ടീസ്പൂൺ അളവിൽ തന്നെ ഞാനിതിലേക്ക് മുയ്യ മല്ലിയില്ലേ, അതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തതാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ ഇത് ജീരകവും അതുപോലെ തന്നെ മല്ലിയൊക്കെ ഒന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയാണ് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ 5 മുളക് എടുത്തിട്ടുണ്ട്. മുളകിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ചുവന്ന മുളക് തന്നെ വേണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഈ പച്ചമുളക് ഇല്ല അവിടെ, അതും ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു ചുവന്ന മുളക് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് മീഡിയം സൈസ് 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്പം വലിയ സവാള ആണെങ്കിൽ 1 2 എടുത്താലും മതി. എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതായത് സവാളയുടെ കളറൊന്നും മാറാത്ത രീതിയിൽ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി. നമ്മളെപ്പോഴും കറികളൊക്കെ കൂട്ടിയിട്ട് തന്നെയല്ലേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാറുള്ളത്. ഇടയ്ക്കൊക്കെ ഈ ഒരു രീതിയിലുള്ള സൈഡ് ഡിഷൊക്കെ തയ്യാറാക്കിയിട്ട് കഴിക്കാം. എത്രയും ടേസ്റ്റാണ് ഈ ഒരു വെണ്ടക്ക പൊട്ടറ്റോ മസാല ഫ്രൈക്കുള്ളത്. അപ്പോൾ ഇത് ഞാനിതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുയ്യമല്ലി ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനൊരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അതായത് ഈ ഒരു മഞ്ഞൾപ്പൊടി
പൊടി ചേർത്തതിൻ്റെ ഈ ഒരു ടൈമിൽ ഞാനിതിൻ്റെ മീഡിയം ഫ്ലെയിമിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതാ ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ള പൊട്ടറ്റോ ഇല്ല, അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ല ആ വെണ്ടയ്ക്ക കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 300 ഗ്രാം അളവിലാണ് വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും മസാലകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് യോജിച്ച് കിട്ടട്ടെ. അങ്ങനെ ഇത് നന്നായിട്ട് ഇതിനെ ഞാനൊന്ന് യോജിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാലക്കൂട്ട് കൂടി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതിനൊന്ന് ഇപ്പുറത്തെ അടുപ്പിൽ ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ അവിടെ നിൽക്കട്ടെ. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ പാൻ നന്നായി ചൂടായതിന് ശേഷം 1.5 ടീസ്പൂൺ അളവിൽ കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഈ ഒരു കടലപ്പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. കളറൊന്നും മാറാതെ രീതിയിൽ തന്നെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി എടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടി നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ 3/4 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതിനൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. കളറൊന്നും മാറാത്ത രീതിയിൽ തന്നെ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അതായത് വെണ്ടക്ക പൊട്ടറ്റോ മസാലയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഈ മസാലക്കൂട്ടൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിതിന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉള്ളത് മസാലയാണ് ഇത്. ഇനി ഇതിലേക്ക് ഞാനിത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കരുത്. വെറും 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി. നമ്മൾ കറിയായിട്ടല്ല ഇതിനെ ഉപയോഗിക്കുന്നത്, നല്ലൊരു മസാലയായിട്ടാണ് സൈഡ് ഡിഷൊക്കെ ആക്കിയിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു കൂട്ട് നമ്മൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആ മല്ലിയും അതുപോലെ തന്നെ കടലമാവൊക്കെ ചേർത്തതിന് ശേഷം ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കാരണം ഈ ഒരു ചെറുനാരങ്ങയുടെ ആ ഒരു പുളിപ്പ് കൂടി ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു റെസിപ്പിക്ക് ഒരു പ്രത്യേകതരം ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഈ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള വെണ്ടക്ക പൊട്ടറ്റോ മസാല ഫ്രൈ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ ഒരു ലൈക്ക് ഇടാൻ നിങ്ങൾ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.